റിയാസ്, ആരൊക്കെയാണ് അതിഥികളായിട്ട് നമുക്ക് മുന്നിലുള്ളത്? വിവരങ്ങൾ. ഇവിടെ ഇപ്പോഴൊരു കൊച്ചുമിടക്കനുണ്ട്. അത് കഴിഞ്ഞാൽ തന്നെ നിരവധി അതിഥികൾ നമുക്കുണ്ട്. അതുകൊണ്ട് തന്നെ തുടർച്ചയായി നമുക്ക് അതിഥികളിലേക്ക് പോകാൻ പറ്റും എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ ഈ അതിഥികൾ ഉള്ളത് കാരണം തന്നെ നമുക്ക് ഏറ്റവും ഒരു തുടർച്ചയോടുകൂടി അവരുടെ പ്രകടനങ്ങൾ നമുക്ക് കാണാം. ഇപ്പോഴുള്ളത് ബാലശങ്കറാണ്. ബാലശങ്കറെ ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? SKV GHS നീണ്ടൂര്, കോട്ടയം ഏറ്റുമാനൂരോ അല്ല വീട്? കോട്ടയം. എത്ര വർഷമായി പുല്ലാങ്കുഴൽ വാദനം പഠിക്കും? 5 വർഷം. 5 വർഷം. ആരുടെ കീഴിലാണ് പഠിക്കുന്നത്? ശ്രീരാജ് തൃക്കുടുത്താനും സാറ്. നേരത്തെ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് മത്സരിച്ചു? ഇല്ല, ആദ്യ മത്സരത്തിൽ തന്നെ ഈ പുല്ലാങ്കുഴൽ വാദനത്തില് A ഗ്രേഡ് സ്വന്തമാക്കിയ ഒരു മിടുക്കനാണ്. മറ്റു വേദികളിൽ പുല്ലാങ്കുഴൽ അവതരിപ്പിക്കാറുണ്ട്? ഉണ്ട്, ഞാൻ പ്രോഗ്രാംസ് ഒക്കെ ചെയ്യാറുണ്ട്. വെരി ഗുഡ്. അങ്ങനെ ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള പുല്ലാങ്കുഴൽ വാദകൻ കൂടിയാണ് ഇദ്ദേഹം. എന്തായാലും ബാലശങ്കറിന്റെ ആ പെർഫോമൻസ് നമുക്കൊന്ന് കാണാം. തയ്യാറല്ലേ? യെസ്. ഓ, അരെ വാ, ഗംഭീരടാ. എന്താ പറയേണ്ടതെന്ന് അറിയില്ല. മനോഹരമായി വായിച്ചു, ഉഷാറായി വായിച്ചു. A ഗ്രേഡ് കിട്ടിയത് എന്തിനാണ് എന്ന് ഇപ്പോ വായിച്ചപ്പോ തന്നെ മനസ്സിലായി. ഇവിടെ എപ്പോഴാ വന്നത്? തിരുവനന്തപുരത്ത് ഞാൻ ഇന്നലെ വന്നതാ. ഒറ്റയ്ക്കേ ഉള്ളോ? അല്ല, അച്ഛനും അമ്മയും കുടുംബം ഫുള്ളുണ്ട്. എന്താ അച്ഛൻ്റെ അമ്മയുടെ പേരെന്താ? അച്ഛന്റെ പേര് അഡ്വക്കേറ്റ് CS സുനിൽകുമാർ. പിന്നെ അമ്മയുടെ പേര് ശ്രീഷ KS. എന്ത് ചെയ്യുന്നു? അമ്മ എന്ത് ചെയ്യുന്നു? അമ്മ മ്യൂസിക് ടീച്ചറാണ്. ഒരു പാരമ്പര്യമാണ് കിട്ടിയത് അല്ലേ? അച്ഛൻ വക്കീലാണ്. അച്ഛൻ വക്കീലുമാണ്, പിന്നെ മൃദംഗിസ്റ്റുമാണ്. ഓ, അപ്പോ മാതാപിതാക്കൾക്ക് അങ്ങനെ ഒരു സംഗീത പാരമ്പര്യമുണ്ട്. അതാണ് ബാലശങ്കറിലേക്ക് പകർന്നു കിട്ടിയത്. എന്തായാലും മോനെ, ഇനി ഒരുപാട് വേദികളിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കട്ടെ. ഓൾ ദ വെരി ബെസ്റ്റ്. ഓക്കെ, ഇതാ അടുത്തൊരു അതിഥി നമുക്ക് ഉണ്ട്. വാ.